അത്രയ്ക്കും തരം താഴ്ന്ന ആൾക്കാര്. അപ്പൊ അതിന് വന്ന കമന്റ് ആണ് ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര മോശം. ഈ ഒരു മൈൻഡോടെ എല്ലാത്തിനെയും കാണുന്നോണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. എന്തായാലും ഒരു കുഞ്ഞിനെ തരും, ഉറപ്പ് പറഞ്ഞിട്ട് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ കാരവാൻ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, ഇവിടെ തന്നെ ഉണ്ട് സാധനമൊക്കെ, ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ അൽദി പോവാണ്, നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോവാണ്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കുറെ നാളായി നമുക്ക് കുറച്ച് കമന്റ്സ് വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് കുറെ കമന്റ്സ് വരുന്നുണ്ട്. പോസിറ്റീവ് കമന്റ്സിൽ വെറും 2-3 നെഗറ്റീവ് കമന്റ്സ് ആണ്. നമ്മുടെ കൂട്ടുകാർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ആക്കേണ്ട ഒരു ആവശ്യമില്ല, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണോന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നമുക്ക് അവരുടെ കമന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ ഇപ്പൊ ഞാനാണ് കമന്റ് വായിക്കുന്നത്. നീയാണ് കമന്റർ. ഞാനാണ് വന്ന കമന്റ് ഒക്കെ വായിക്കുന്നത്. അപ്പൊ അതിനുള്ള റിപ്ലൈ തരൂ കേട്ടോ. ഞാനോ? ഞങ്ങൾ രണ്ടും കൂടെ തരും. എനിക്കും കുറച്ച് പറയാനൊക്കെ ഉണ്ട് കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, ആദ്യത്തെ കമന്റ് എന്താ വെച്ചാൽ നമുക്ക് ഒത്തിരി സങ്കടമായ ഒരു കമന്റ് ആയിരുന്നു കേട്ടോ. സങ്കടമായിരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ പറയാ സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ പറയട്ടെ, നമ്മളിത് ഒന്ന് റിപ്ലൈ കൊടുക്കരുത് എന്ന് വിചാരിച്ചാണ്. ഇത്രയും തരം താഴ്ന്ന ഇത്രയും വിദ്യാഭ്യാസം ഉള്ള മനുഷ്യന്മാരാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പറയാൻ എന്ത് അർഹതയാണ് ഇവർക്കുള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഇതാദ്യം പറയട്ടെ, ഇത് പറഞ്ഞിട്ട് എങ്കിലും ആൾക്കാർ മനസ്സിലാവുള്ളൂ എന്താ നീ പറയുന്നത്. ഓക്കെ, എന്നാ നീ പറയ, എനിക്ക് എങ്ങട്ടെ. ജൈബൽ അജി ആണോ ജൈബ അലജി ആണോ എന്നറിയത്തില്ല കേട്ടോ. അറിയത്തില്ല. ശവങ്ങൾ പ്രേമനാടകവും കൊണ്ട് കുറെ റീൽസ്. നിങ്ങൾ പെട്ടെന്ന് ഡിവോഴ്സ് ആകുന്നത് വരെ ഈ അഭിനയങ്ങൾ കാണാലോ. ന്യൂ ജനറേഷൻ ഡിവോഴ്സ് കൂടുതലാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ന്യൂ ജനറേഷൻ ഡിവോഴ്സുകളാട്ടോ. അത് കഴിയുമ്പോൾ ഈ പ്രേമമൊക്കെ ആളുകൾ പറഞ്ഞ് പരിഹസിക്കും, ഓർത്തോളൂ. ഓർക്കുന്നു അജൈബൽ അജി. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഈ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ എന്തെങ്കിലും സംഭവം, എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ നടന്നിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ, ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ, ചിലപ്പോ നിങ്ങൾ ഡിവേഴ്സ് ആയുള്ള ആളായിരിക്കും. ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇങ്ങനെ എന്താണ് ഭയങ്കര തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നത് കുറച്ച് മോശമല്ലേ? മോശമാണ് കേട്ടോ. അപ്പൊ എനിക്ക് ജൈവത്തിനോട് പറയാനുള്ളത് എന്താ, ജൈവോ അതാരാ? ജയ്പലോ അങ്ങനെ ആരോ. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ഒരാളുടെ ലൈഫിൽ കയറി ഒരാൾക്കും ഒരു ഇതുമില്ല, അർഹതയില്ലാണ്. അവർക്കുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇടുന്നത് ആസ്വദിക്കാനും കാണാനും കമന്റ് ചെയ്യാനും ഒക്കെ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് അവരുടെ ലൈഫ് ആവും എന്നൊക്കെ പറയാൻ ഒരു അർഹതയും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ ഡൈവേഴ്സ് ആവാൻ പോകുന്നു എന്നൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളെങ്കിൽ അത് ചുമ്മാവാ. പിന്നെ ഞങ്ങൾ ഇത്ര വളരെ സ്നേഹത്തോടെ നടക്കുന്നതിന്റെ കുശുമ്പും നിങ്ങൾക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ലാത്തതിന്റെ ഇതിനാണ് പറയുന്നത്, കുശുമ്പിനും കുഞ്ഞായ്മയ്ക്കും മരുന്നില്ല എന്ന് പറയുന്നത് അല്ലേ. ഇതിനൊക്കെ മനുഷ്യന്മാര് കണ്ടുപിടിച്ച വാക്കുകളൊക്കെ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തില് ഇടപെടുമ്പോ അത് നിങ്ങൾക്ക് എങ്ങനെ പറയാം, ഇങ്ങനെയൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം. ഇത് ഡൈവോഴ്സ് ആവുമ്പോ പഠിച്ചോളും. ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോസും ഇപ്പത്തെ ഫോട്ടോസും വെച്ചിട്ട് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് വന്ന കമന്റ് ആണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്തുനിന്നോ സ്നേഹം കിട്ടുന്നില്ല, അത് നിങ്ങൾ ഭർത്താവിനോടും ഭാര്യനോടാണ് പറയേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് പ്രശ്നം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഡൈവോഴ്സ് ആവുമെന്നും പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു വേണ്ട. ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. അത് കാരണം അത് വിട്ടേരെ, പോയി വേറെ എവിടെയെങ്കിലും പോയിട്ട് ഗോൾ അടിച്ചൊക്കെ ഇവിടെ നടക്കില്ല. കുറെ പേര് നമ്മുടെ വീഡിയോ ഇടുമ്പോ പറയുന്ന കേൾക്കുന്നില്ലേ, പക്വത ഇല്ലാണ്ട് 2 എണ്ണങ്ങൾ ഇറങ്ങിയേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണോ പക്വത? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതാണോ പക്വത? ഇത് കണ്ടിട്ടാണോ ഞങ്ങൾ പഠിക്കേണ്ടത്? പക്വത എന്ന് പറയുന്ന ആൾക്കാർ പക്വത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ.
പക്വത എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യത്തില് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എടുത്ത ഡെസിഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഇതുവരെ അതുകൊണ്ട് ഒരു ദോഷം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ കൊഞ്ചൽ ശവങ്ങൾ പൊന്നു കൊഞ്ചുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊന്നു എന്റെ അടുത്താണ് കൊഞ്ചുന്നത്. ഞങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫിലാണ് ഞങ്ങൾ കൊഞ്ചുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർക്ക് ഈ നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും അറിയാം എന്റെ ക്യാരക്ടർ എങ്ങനെയാന്നുള്ളത്. ഞാൻ ഇവിടെ എങ്ങനെയാണോ അത് തന്നെയാണ് ഓൺ സ്ക്രീനിലും കാണിക്കുന്നത്. ഞങ്ങള് ഇവള് അങ്ങനെ തന്നെയാണ്. നമ്മളെ അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്കും അറിയാം നമ്മള് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ജീവിക്കുന്നതും നമ്മളെങ്ങനെയാണോ അത് തന്നെയാണ് നിങ്ങള് ചാനലിനകത്ത് കാണുന്നത്. കൊഞ്ചൽ റാണിന്നോ ഞാൻ കൊഞ്ചൽ രാജാവാ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം. നിങ്ങൾക്ക് കൊഞ്ചാൻ പറ്റാത്തത് എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കൂട്ടുകാരെ. അത് ചില ആൾക്കാർ ഇങ്ങനെ കൊഞ്ചുന്ന കണ്ട കെട്ടിയന്മാര് വല്ല പെടം വെച്ച് കൊടുക്കും, നല്ല പൊട്ടി വെച്ച് കൊടുക്കും. വീട്ടിൽ നിന്നോ കെട്ടിയന്മാര് വല്ല അടി വെച്ച് കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ നടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ, കൊഞ്ചാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇരിക്കുമ്പോ കൊച്ചിക്കോ. വീട്ടിൽ വാതിലൊക്കെ കുറ്റിയിട്ട് കൊച്ചിയാ മതി. പിന്നെ സങ്കടമാണെങ്കിൽ തലയാണെങ്കിൽ കടിച്ചു പിടിച്ച് കരഞ്ഞാൽ മതി. അപ്പൊ സങ്കടം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ സാധനമൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്, ഫുഡ് ഐറ്റംസ്. അപ്പൊ നമുക്ക് അടുത്ത കമന്റ് നോക്കാം. എന്താണ് അടുത്ത നെഗറ്റീവ് കമന്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിന് മാത്രമായിട്ട് ഒരു ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്ത നമുക്ക് ഈ നെഗറ്റീവിന് വേണ്ടിയിട്ട് റിപ്ലൈ കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് തരുന്നവർക്ക് തന്നെ തരാൻ പറ്റാഞ്ഞിട്ടാട്ടോ കൂട്ടുകാരെ. നമ്മുടെ ചാർജിന്റെ കാര്യമൊക്കെ അറിയാലോ. പക്ഷെ ഇനി നമ്മള് നെഗറ്റീവിന് നമ്മുടെ പോസിറ്റീവ് നമ്മൾ ഈ കമന്റ്സിന് റിപ്ലൈ ഇടാൻ കാരണം എന്ന് വെച്ചാല് ഇത് ആ രീതിയിലാണ് ഇവര് എന്താണ് അത്രയ്ക്കും തരം താഴ്ന്ന ആൾക്കാര് നമ്മുടെ ഇടയിൽ കയറി ഇങ്ങനെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ഒന്നും ഉണ്ടായിരിക്കുന്ന മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇന്ന് റിയാക്ഷൻ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അടുത്ത കമന്റ്, ഈ കമന്റ് ഏത് വീഡിയോക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നേ. നമ്മുടെ ഞാനും പൊന്നും കുഞ്ഞിപ്പെണ്ണും കൂടെ നടുക്ക് കടന്നിട്ട്, പക്ഷെ കുഞ്ഞിപ്പെണ്ണ് നടുക്ക് കടന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് നമ്മൾ അപ്പുറത്തേക്ക് മാറി കടത്തിട്ട് ഞാൻ പൊന്നിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഷോർട്സ് ആയിരുന്നു. അപ്പൊ ആ ഷോർട്സിന് വന്ന ഒരു കമന്റ് ആണ് റോസി ജേക്കബ്. ഇത് ഒറിജിനൽ അക്കൗണ്ട് ആണോ അതോ ഫേക്ക് അക്കൗണ്ട് ആണോ അറിയത്തില്ല. ഇത് ചിലപ്പോൾ ലേഡി തന്നെയാണോന്ന് അറിയത്തില്ല. കാരണം ലേഡീസ് ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമെന്ന് അറിയത്തില്ല. ഈ ഇത്രയൊരു രീതിയിൽ പോലും എടുക്കാൻ ഒരു കഴിവില്ലെന്ന് അറിയത്തില്ല. ഉണ്ടാക്കിയിട്ട് തള്ളയുടെയും തന്തയുടെയും ചൂട് കിടക്കുന്ന സമയത്ത് ചൂട് കിടക്കുകയോ ചൂട് കിട്ടുന്നതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ചൂട് കിട്ടേണ്ട സമയം ചൂട് കിടക്കുന്ന സമയത്ത് ഇതുങ്ങളുടെ കാമത്തിന് വേണ്ടി ആ കുഞ്ഞിനെ മാറ്റി കിടക്കുന്ന മൃഗങ്ങളല്ല മൃഗങ്ങൾ, അങ്ങനെയല്ലേ? മൃഗങ്ങൾ അല്ലേ? മൃഗങ്ങളല്ല കേട്ടോ. ഞങ്ങള് സ്നേഹിക്കുന്നത് എന്താണ്, ഇവർക്ക് എന്തോ പ്രശ്നമാണ്. ഞാൻ പൊന്നുവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ വേറെ ആരെ കെട്ടിപ്പിടിക്കുക? ഞങ്ങൾ മൂന്നൊന്നിച്ച് കിടക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ആരെ കെട്ടിപ്പിടിക്കുക? കുഞ്ഞ് നടുക്ക് കിടത്തുന്നു. കുഞ്ഞിനെ അപ്പുറം മാറ്റി കിടത്തിയിട്ട് ഞാൻ പൊന്നിനെ കെട്ടിപ്പിടിച്ചു. അതങ്ങ് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. റോസി ജേക്കബിന് എന്തെങ്കിലും ഇഷ്യൂ എന്താ നമ്മൾ ഇതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പോലും മനസ്സിലാക്കാൻ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനും അതേപോലെ തന്നെ അമ്മയ്ക്കും കൂടി പ്രാധാന്യം കൊടുക്കണം. അല്ലാണ്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ലവ് തീരുന്നില്ല എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത്. അത് അത്രയും വീഡിയോ ഞങ്ങക്ക് തോന്നുന്ന ഒരു 20 മില്യൺ വ്യൂവേഴ്സ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അതിന് കേട്ടോ. അപ്പം അത്രയും പേർക്ക് അത് മനസ്സിലായിട്ട് അതിലാകെ മനസ്സിലാവാത്തത് 2-3 പേർക്ക് മാത്രമാണ്. ഒരു റോസി ജേക്കബിനും ഒരു അമ്പിയും. അപ്പൊ അമ്പി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എക്സാക്ട്ലി 100% അത് പബ്ലിക്കിൽ കാണിക്കുകയും ചെയ്യുന്നു. എക്സാക്ട്ലി 100. വീണ്ടും അടുത്ത കമന്റ് വീണ്ടും എക്സാക്ട്ലി 100. വിവരം തീരെ ഇല്ലാത്തതുങ്ങൾ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല. മൃഗങ്ങൾ എങ്ങനെ ചെയ്യില്ലാന്ന്? കൊച്ചിനെ മാറ്റിക്കിടത്തില്ല. അല്ല, മൃഗങ്ങൾ കെട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്? അല്ലാണ്ട് അപ്പുറം ഇപ്പുറം 10 മീറ്റർ അപ്പുറം ഉണ്ടായത് ആ ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുകൊണ്ടല്ലേ, അല്ലാണ്ട് അപ്പുറം ഇപ്പുറം കിടന്നുകൊണ്ടല്ലോ കുഞ്ഞിനെ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നേ അമ്പി. അപ്പം അമ്പി എന്തായിരിക്കും ചെയ്യുന്നേ ഇവിടെ എന്ന് വെച്ചാല്, നമ്മുടെ അച്ഛന്റെ അമ്മേനും കൂടെ കടക്കുന്നതിനേക്കാളും കുഞ്ഞ് തന്നെ കടക്കണം എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അച്ഛനും അമ്മയും ഒന്നിച്ചൊരു കട്ടിലേക്ക് കടക്കും. കുഞ്ഞ് സ്വന്തമായിട്ട് ഉണ്ടാവുമ്പോ തന്നെ ന്യൂബോൺ ബേബീസ് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു കോട്ട് വേണം. അതിനകത്താണ് കുഞ്ഞുങ്ങളെ കടത്തുക. അങ്ങനെയാണ് ഇവിടുത്തെ രീതി കേട്ടോ.
അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാ മൃഗങ്ങളാന്ന് പറയുന്നത്. അപ്പൊ അമ്പിക്ക് വീണ്ടും റോസിക്ക് പ്രയോജനമായി. റോസി വീണ്ടും തിരിച്ചടിച്ചു അമ്പിനോട്. തിരിച്ചടിക്കാൻ ഇവരങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ റോസി അമ്പിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അതുങ്ങളുടെ കാര്യം നാണവും മാനവും ഇല്ലാത്ത ബെഡ്റൂം കാര്യം ഇതിൽ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന വെറും ശവങ്ങൾ. അപ്പം ഈ പറഞ്ഞിരുന്ന റോസി ജേക്കബ് ഒക്കെ ഉണ്ടായത് എങ്ങനെയാ നമുക്കറിയത്തില്ല. ഇവര് ബെഡ്റൂം കാര്യം, നാണവും മാനവും ഇല്ലാത്ത ബെഡ്റൂം കാര്യം. അപ്പൊ നാണവും മാനവും ഇല്ലാത്ത ഞങ്ങൾ അവിടെ വേറൊന്നും കാണിച്ചിരുന്നില്ലല്ലോ. നമ്മള് വേറൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ എന്റെ കെട്ടിയോളെ കെട്ടിപ്പിടിച്ചു. ചിലപ്പോ റോസി ജേക്കബിനെ ഈ പറയുന്ന ആൾക്കാർക്ക് അത് കണ്ടിട്ട് എന്താന്നറിയോ കൂട്ടുകാരെ, ഞങ്ങൾക്ക് വന്ന കോമൺ കമന്റ്സ് എല്ലാം ഒരേ ഒരു ഇതിനേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന കാണുമ്പോ ഇവർക്ക് എന്തോ അങ്ങ് ഉള്ളിലെന്തോ ഒരു വിഷമാണ്, വിങ്ങലാണ്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡുമായിട്ട് റോസി ജേക്കബിനൊക്കെ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടാവും. അത് റോസി ജേക്കബിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഞാൻ എന്റെ പെണ്ണുമ്പിള്ളേനെ കെട്ടിപ്പിടിക്കുന്നതിന് റോസി ജേക്കബ് അവിടെ കടന്നിട്ട് ചുമ്മാ ഇങ്ങനെ കടന്ന് മെസ്സേജ് ഇട്ടൊന്നൊരു കാര്യമില്ല. ഈ ഒരു മൈൻഡോടെ എല്ലാത്തിനെയും കാണുന്നോണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഈ പറയുന്ന ടീംസ് എല്ലാ കാര്യവും ഈ രീതിയിലായിരിക്കും എടുക്കുക. ഹസ്ബൻഡ് വൈഫൊക്കെ ആകുമ്പോഴേക്ക് കെട്ടിപ്പിടിക്കും, ഉമ്മയെ കൊടുക്കുന്നേ. അല്ലാണ്ട് പിന്നെ എന്തോ ലൈഫ് അല്ലേ? അത് ഹസ്ബൻഡും വൈഫും മാത്രമേ കെട്ടിപ്പിടിക്കാവുള്ളൂ എന്ന് ഒരു നിയമമില്ല. എന്റെ ദൈവമേ, നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാ. എന്തോ ഞാനൊരു കുഞ്ഞു ഷോർട്സ് ഇട്ട നാട്ടിലുള്ള ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് എല്ലാ ആൾക്കാരും അല്ല, നാട്ടിലുള്ള ഇങ്ങനത്തെ ആൾക്കാർ കേട്ടോ. അപ്പം കൊറേ ആൾക്കാര് നല്ലതിലേയും കൂടി മുക്കിക്കളയാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാര്യം പറഞ്ഞ് നമ്മളെന്താണ് ഉദ്ദേശിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കാനല്ല, ഇത്രയും വിവരമില്ലാണ്ട് ഇങ്ങനെ സംസ്കാരം, നിങ്ങളുടെ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളെയല്ല, നിങ്ങളുടെ സംസ്കാരം. റോസി ജേക്കബ് ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങളുടെ തന്നെ വിലയാണ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പബ്ലിക്കിലൊന്നും പോയിട്ട് നാലാൾ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിലൊന്നും പോയിട്ട് ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ഇതിപ്പോ നിങ്ങളെ കാണത്തില്ല, നിങ്ങളുടെ മുഖം കാണത്തില്ല, നിങ്ങൾ ആരാന്ന് പോലും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ ആയിട്ട് ഇങ്ങനെ വായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അല്ലാണ്ട് നിങ്ങളിപ്പോ ആൾക്കാർ ഇപ്പൊ അറിയുന്ന ആളാണ്, എന്താണ് നിങ്ങൾ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ സംസാരിക്കുവോ? ഇല്ല. അപ്പൊ വീണ്ടും റോസി ജേക്കബിന് എന്താണ് അമ്പിനോട് വീണ്ടും റിപ്ലൈ കൊടുക്കണം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതാണ് നമ്മളെ പറ്റി. അപ്പൊ റോസി ജേക്കബ് പിന്നെ പറയണം അമ്പിനോട്, ഇതുങ്ങളൊക്കെ അതുങ്ങളുടെ കണ്ട് എന്തെന്ന് ഇതുങ്ങളൊക്കെ അല്ല, ഇതുങ്ങളൊക്കെ അതുങ്ങളുടെ കണ്ട് പഠിച്ചാലും വിവരം വരില്ല. ഇതുങ്ങളൊക്കെ അതുങ്ങളുടെ കണ്ടു പഠിച്ചാലും വിവരം വരില്ല. അതെന്താ പറഞ്ഞത് എന്താ മനസ്സിലായില്ല കേട്ടോ. അതുങ്ങൾക്ക് ആവശ്യം പൈസ, അതിന് എന്തും കാണിക്കാൻ റെഡി. പിന്നെയാ എന്നിട്ട് അങ്ങനത്തെ രണ്ട് ഇതും ഇമോജി. എനിക്ക് ഇവളെ കെട്ടിപ്പിടിച്ചിട്ട് വേണ്ട എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. മനസ്സിലായില്ലേ? ഞാന് ഞങ്ങളുടെ സന്തോഷമായ നിമിഷങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യണം തോന്നി. നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാണാനും അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ലവിന്റെ ഒക്കെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പം ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ ഫാമിലിയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി. അല്ലാണ്ട് ഞങ്ങളിപ്പോ നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കാണുന്ന പറഞ്ഞിട്ട് കാണിക്കൊന്നുമില്ല അല്ലേ? ഇല്ല. ഇതെന്ത് അച്ഛനാ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തത്, കുഞ്ഞിനെ മാറ്റിക്കിടത്താൻ പറയുന്നത്, എന്നിട്ട് കൊറേ ദേഷ്യത്തിന്റെ ഇതെന്താ അച്ഛൻ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തത്, കുഞ്ഞിന് മാറ്റിക്കൊടുത്താൻ പറയുന്നത്. ഓ, അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർ ഒറ്റ കാര്യം ഓർത്താൽ മതി. നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫോണിലുണ്ട്. അല്ലാണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് ജീവിതമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ നടക്കുന്നില്ലല്ലോ ഇങ്ങനെ നടക്കുന്നില്ലെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഇമോഷൻ തലയെ കയറ്റി വെച്ച് ഏറ്റവും പ്രാന്തായി ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കാണാൻ പറഞ്ഞാല് ഞങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിലുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി നമ്മൾ അത്രയ്ക്കും സ്നേഹത്തോടെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇടുന്നത്. നമ്മളെ പറ്റി അറിയാനും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചാനൽ.
അപ്പം അത് നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ ഓപ്ഷൻ. അല്ലാതെ ആ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ. ആ ഒരു ഓപ്ഷൻ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഒന്നുമല്ല, എല്ലാ ഫോണിലും ഇപ്പൊ ടച്ച് ഫോണാണല്ലോ ഉള്ളത്. ഫോണിലല്ലേ യൂട്യൂബ് ഉള്ളേ? ആടാ, ടച്ച് ഫോണിലുണ്ടല്ലോ. ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലോ. ആ ടച്ച് ചെയ്ത് മാറ്റാനാടാ കുഞ്ഞാ. ടച്ചല്ലടി സ്വൈപ്പ്. അന്ന് സ്വൈപ്പ് ചെയ്യാലോ. അത് തന്നെ, അത് ചെയ്യാലോ. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് നമ്മുടെ എല്ലാവരെയും കൂടി ഇതാകും, ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് തളർന്നോട്ടെ എന്ന് വിചാരിച്ചാ ചെയ്യുന്നെങ്കിൽ പോരില്ല, പോവത്തില്ല. നിങ്ങൾ വെറുതെ ഇടുന്നേ. കാരണം നിങ്ങളൊക്കെ തളർത്താൻ നോക്കുന്നതിനേക്കാളും കൂടുതൽ തളർച്ചയൊക്കെ നമ്മൾ നേരിട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഒരു കമന്റ് വന്നത് എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും അവരോട് ഇങ്ങനെ പറയണോ വേണ്ടിയോ ഇങ്ങനെ ആലോചിക്കൂട്ടോ. എന്താന്നറിയിച്ചേ, ഞാന് ഗർഭിണിയായിരുന്ന സമയത്ത് നമ്മള് പ്രഗ്നൻസി ബോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിന് വന്ന കമന്റ് ആണ്, എന്താ ഞാൻ ഈ വീട്ടിലെ ജോലി മൊത്തമൊക്കെ എടുത്തിട്ടും 8 മാസവും റെസ്റ്റ് എടുത്തിട്ട്, അങ്ങനെയൊക്കെ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 8 മാസം വരെ ഞാൻ റെസ്റ്റ് ആയിരുന്നു, എന്നിട്ട് എനിക്ക് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായൊക്കെ പറ്റി അങ്ങനെ ചിരിക്കുന്ന ഒരു ഇമോജി ഒക്കെ ഇട്ടിട്ട് എനിക്ക് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആയെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയണം. ദൈവത്തിനോട് നന്ദി പറയണം. നിങ്ങൾ കടന്ന് കൊഞ്ഞനെ കുത്തി കാണിക്കുകയാണോ? അല്ല, പെണ്ണുങ്ങൾ സ്വന്തം എനിക്ക് നോർമൽ ഡെലിവറി ആയി കൊഞ്ഞനെ കുത്തി കാണിക്കുക. അതല്ലേ ഞാൻ ഓർക്കുന്നതേ, പെണ്ണുങ്ങൾ പോലും ഒരു പ്രസവിച്ചതിന്റെ വേദന അറിയുന്ന അമ്മമാര് ഇതിൽ കയറുന്ന ഇങ്ങനെ പറയാൻ ആ ഒരു മൈൻഡ് ഓർത്തേ. അവരൊക്കെ കഷ്ടമുണ്ട്. കഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്, കഷ്ടം. നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. നല്ലൊരു ആരോഗ്യവും എന്താ പറയാ, നല്ലൊരു ഹെൽത്തി ബേബിനെ കിട്ടിയില്ലോ എന്നുള്ളതിന് ദൈവത്തിനോട് നന്ദി പറയാ. അല്ലാണ്ട് നിങ്ങൾക്ക് സി സെക്ഷൻ ആയില്ലേ ഇത്രയും ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. എങ്ങനെയാണെങ്കിലും എനിക്കും ഒരു ആരോഗ്യം, സന്തോഷം, നല്ലൊരു കുഞ്ഞിനെ എനിക്കും തന്നിട്ടുണ്ട് ദൈവം. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അല്ലാണ്ട് സി സെക്ഷൻ ആയതെന്നോ നോർമൽ ഡെലിവറി ആയെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവര് കുശുമ്പം കുത്താനും കുഞ്ഞാമത്തിന് പോവാന്നല്ല. എത്രയോ പേരുണ്ട് ദൈവമേ ഈ ലോകത്ത് മക്കളില്ലാണ്ട് വിഷമിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവമേ അവർക്കും കൂടെ കുഞ്ഞുണ്ടാവണേ ദൈവമേ എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് ഈ സി സെക്ഷൻ ആയി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കുത്താൻ നിൽക്കുന്നത് ഭയങ്കര ഓവറാട്ടോ, ഭയങ്കരമായിട്ടോ. ചില ആൾക്കാർ അങ്ങനെ നോർമൽ ഡെലിവറി ആയി കഴിഞ്ഞാൽ എനിക്ക് നോർമൽ ഡെലിവറി ആയി, നിനക്ക് സി സെക്ഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ആണോ ഇല്ലേ, ഒരു പ്രസവിച്ചൊരു സ്ത്രീക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താന്ന് എന്തായാലും നിങ്ങൾ അതിലൂടെ കടന്നു വരും. നോർമലാണെങ്കിൽ എന്താണേലും നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന ഒരു ആൾക്കാരാണല്ലോ. അപ്പൊ ഈ ഇങ്ങനെ ഒരു പ്രസവിച്ച് കിടക്കുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ പറയാന്ന് ഭയങ്കര ഭയങ്കര മോശാട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളോട്, നിങ്ങളുടെ എന്റെ ഡെലിവറി എന്റെ കാര്യങ്ങളും എല്ലാം നോക്കിയത് എന്റെ ഭർത്താവാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളത് കാരണം ഞാൻ ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളോ സി സെക്ഷൻ ആണെങ്കിലും അതെ നോർമൽ ഡെലിവറി ആണെങ്കിലും അതെ ഒന്നും ഞാൻ ഒരു കാര്യം അനുഭവിക്കേണ്ടോ എനിക്കൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം നല്ലൊരു സ്നേഹത്തോടെയുള്ള ഒരു ഭർത്താവിനെ, നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതേപോലെ സപ്പോർട്ടീവായ ഒരു ഫാമിലിനെ എന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവരുടെ വിഷമത്തിൽ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കാൻ അല്ല. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് എല്ലാ ഗർഭിണിയായ അമ്മമാരോടും പ്രത്യേകിച്ച് അറിയുന്നത്. അവരനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ എനിക്കറിയാം. അത് കാരണമാണ് എനിക്ക് സി സെക്ഷൻ ആണെങ്കിലും ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പേര് സന്തോഷിക്കുന്നുണ്ട്. അവരോട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഹാപ്പി ആയിട്ട് ബാക്കിയുള്ളവരുടെ വാക്ക് കേൾക്കാതിരിക്കുക. അത് ഇതിലേക്ക് ഇങ്ങനെ അതിലേക്ക് തള്ളിക്കളയുക. എന്നിട്ട് നമ്മുടെ കാര്യം, നമുക്കൊരു ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞിനെ തരണേ ദൈവമേ, അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാണ്ട് വിഷമിക്കുന്ന അമ്മമാർക്കൊക്കെ ദൈവം എന്തായാലും ഒരു കുഞ്ഞിനെ തരും. ഉറപ്പ് നല്ല മനസ്സോടെ നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് നല്ല ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ വേദനയിൽ പോയി ഞോണ്ടാണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. ഇതൊക്കെ നിങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിന്റെ കുഴപ്പമാണ്.
കേട്ടോ. അത് കാരണം അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ആ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താതിരിക്കും. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വർത്താനം പറയുമ്പോ ഇത് കേട്ട് വളരുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെയല്ലേ. അപ്പൊ അതെ, നിങ്ങളുടെ മക്കൾക്കും ഒരു നാളില് നിങ്ങളുടെ മക്കളും ഇങ്ങനെ പ്രസവിക്കും. ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവരുടെ മക്കളും പ്രസവിക്കും. അപ്പൊ നിങ്ങൾ പറയും, ഓ എനിക്ക് നോർമലായിട്ട് നിന്നെ പ്രസവിച്ച്, അല്ലാണ്ട് ഇതേപോലെ കയറി മറിച്ച് സി സെക്ഷൻ ആയിട്ടെന്ന് പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ കൊച്ചിനെ വിഷമിപ്പിക്കുമോ? അങ്ങനെ ചിന്തിക്കേ. അല്ലാണ്ട് ഈ മറ്റുള്ളവർ വന്നിങ്ങനെ ഞോണ്ടിയാലും എനിക്കിവിടെ വേദനിക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ കെട്ടിയവനും എൻ്റെ വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം, നമ്മുടെ ഈ ഓക്കെ പെൺമണിയിൽ ഇത്രയും സ്നേഹിക്കുന്ന ഫാമിലി നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം, നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ് ഒരു അപ്പൂപ്പൻ താടി പാറിപ്പോകുന്ന പോലെ മാത്രമേ ഉള്ളൂ. അപ്പൂപ്പൻ താടിക്ക് വരെ നാണക്കേടായി പോവാ അതിനെ വെച്ച് കമ്പയർ ചെയ്താ. അപ്പൊ കൂട്ടുകാരെ, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമല്ലാത്തവര് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, കാണുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആയിരിക്കും. അപ്പൊ നമ്മള് വേറെ വീട്ടിലേക്ക് പോകണം കൂട്ടുകാരെ. അപ്പൊ അത്ര ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ നാളെ കാണാം. അയ്യോ, ബേബിന്റെ മരുന്ന് കിട്ടിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മരുന്നും കിട്ടിട്ടോ. മരുന്നെല്ലാം കിട്ടിട്ടോ.